മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ എന്ത് ആഗ്രഹമാണ് ഉള്ളത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ട് പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കാം. ഞാനിവിടെ 3 പൈല് വെക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈല് തിരഞ്ഞെടുക്കാവുന്നതാണ്. ദി മൂൺ, 4 ഓഫ് ഷോർട്സ്, പേജ് ഓഫ് വാൻസ്. ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഏത് പൈലാണ് നിങ്ങൾക്ക് അട്രാക്റ്റ് ആവുന്നത്, ആ ഒരു പൈല് തിരഞ്ഞെടുക്കാം. 1, 2, 3 നിങ്ങൾക്ക് നമ്പറായിട്ടും തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതെന്ന് വെച്ചാൽ ആ പൈല് നിങ്ങൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ പൈല് ദി മൂണാണ് കേട്ടോ. ഒന്നാമത്തെ പൈല് മൂണാണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ മൂൺ വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അത് റിവേഴ്സാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് 4 ഓഫ് പെൻഡിക്കിൾസും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ടെമ്പറൻസും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. എംബ്രസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ പൈല് നമുക്ക് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിൽ കാണുന്നത്, നിങ്ങൾക്കിടയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റീഡിങ് കാണുന്നവർ, ഒന്നാമത്തെ പൈല് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിൽ ഇതിനകത്ത് മറ്റുള്ളവരുടെ നോട്ടമുണ്ട്. അതായത് ഒരു ദൃഷ്ടിദോഷം പോലെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പിന്നാലെ കൂടിയിരിക്കുക അവർ. മറ്റുള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളാവാം, അല്ല എന്നുണ്ടെങ്കിൽ അവർ നിരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ബന്ധത്തെ ശരിക്കും അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതെവിടം വരെ പോകുന്നു, എന്താകുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഇതാണ് കാണുന്നത്, നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതും നമുക്ക് റിവേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. ആരൊക്കെയോ ഈ വ്യക്തി ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണിപ്പോൾ ആൾ സ്റ്റക്കായിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു എനർജിയിൽ അവർക്ക് വരണം എന്ന് വിചാരിച്ചിട്ടും വരാൻ പറ്റുന്നില്ല. അതേപോലെ 4 ഓഫ് പെൻഡിക്കിൾസ്, അവർ മനസ്സിൽ ഒരുപാട് ഒരു എന്താ പറയുക, ഒരു നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയും അവർക്കുണ്ട്. ഈ സമയത്ത് അവർക്ക് ഭയം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയവും ഈ ഒരു വ്യക്തിക്കുണ്ട്. എന്നാൽ മറ്റുള്ളവരെയും ഈ വ്യക്തി ഭയക്കുന്നുണ്ട്. അത് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളൊക്കെ ആയിരിക്കാം ആൾ ഭയക്കുന്നത്. അതുപോലെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അതും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്നേഹം കാണിക്കുന്നില്ല. സ്നേഹം ഉണ്ടായിട്ടും നിങ്ങളടുത്ത് ഇതൊന്നും കാണിക്കാതെയാണ് നിൽക്കുന്നത്. ആൾ ഉള്ളിലുണ്ട് സ്നേഹം, പക്ഷെ ആൾ ഒരു പരിധിക്കപ്പുറം നിങ്ങളിലേക്ക് അടുക്കാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ഇവിടെ ദി എംബ്രസ് എനർജിയാണ്. ആളുടെ ഉള്ളിൽ ആൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആൾക്ക് നിങ്ങളെ വിട്ടുകളയാൻ പറ്റില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ഉള്ളിലാണത്. ഇതൊന്നും പുറമേ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ വ്യക്തി പൈല് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിൽ ശരിക്കും നിങ്ങളെ അകറ്റാൻ വേണ്ടിയൊക്കെ മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലി ഇത് അറിഞ്ഞിട്ടുണ്ടാവാം. ഈ ഒരു സ്നേഹബന്ധം ചിലപ്പോൾ അറിഞ്ഞതിൻ്റെ ഒരു ഇതായിരിക്കാം. അപ്പോൾ ഇതിന് പിന്നിൽ മറ്റുള്ളവരുടെ ഇതൊക്കെ ഉണ്ടെന്നാണ് കാണുന്നത്. തേർഡ് പാർട്ടി കണക്ഷൻ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ആൾക്ക്. പക്ഷെ മനസ്സുകൊണ്ട് ആളിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കാണുന്നത്. ഒരുപാട് നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പക്ഷേ ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഈ വ്യക്തിക്ക് സ്നേഹമില്ല,
നിങ്ങളെത്ര സ്നേഹം കാണിച്ചാലും ഇതൊന്നും ആൾ തിരിച്ച് നിങ്ങളടുത്ത് കാണിക്കുന്നുണ്ടാവില്ല. നിങ്ങളുമായിട്ട് ചില സമയത്ത് പറയുകയാണെങ്കിൽ ആൾ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നേക്കുമായി ആൾ നഷ്ടപ്പെട്ടു, ഇനി വരില്ല എന്നൊക്കെയായിരിക്കും നിങ്ങളെ ചിന്താഗതി. പക്ഷെ അല്ല, ആൾ വരും. പക്ഷെ ആൾക്കിപ്പോൾ ഒരു സമയം വേണം. ഇവിടെ ഫസ്റ്റിൽ വന്ന തന്നെ മൂൺ കാർഡാണ്. സമയം അത്ര ശരിയല്ല. ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൾക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതുകൊണ്ടും ആളുടെ ഇതിന് പിന്നിൽ ആൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ആൾക്ക് വന്നു പെട്ടതുകൊണ്ട്. ശരിക്കും ഇഷ്ടം ഉണ്ടായിട്ട് പോലും നിങ്ങളടുത്ത് അതൊന്നും കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ആൾക്കുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ആൾക്ക് ഭയവും ഉണ്ട്. അതാണ് ഈ ഒന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് എന്ന് പറയുന്നത് 4 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് വാൻസ്, 3 ഓഫ് കപ്സ്, 3 ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി. ഇനി രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിൽ 4 ഓഫ് വാൻസ്. അപ്പോൾ കാണാൻ സാധിക്കുന്നത് 4 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തിക്ക് കിടന്നാൽ ഉറക്കം വരാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഉറക്കം വരുന്നില്ല കിടന്നാൽ. നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ് ആളുടെ മനസ്സിൽ. ഒരുപാട് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ഓഫ് പെൻഡിക്കിൾസ്. ആളുടെ ഫ്രണ്ട്സോടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആളുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, നിങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ആൾ ഷെയർ ചെയ്യുന്നത്. എന്നും ഏത് സമയത്തും ആൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. നിങ്ങളുമൊത്തുള്ള ഒരു സെലിബ്രേഷൻ ആൾ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഏത് സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത തന്നെയാണ്. ആൾക്ക് കിടന്ന ഉറക്കം പോലും വരാത്ത സാഹചര്യമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു സമയത്ത് അവർ ജോലിയിലായാലും മറ്റെന്ത് സാഹചര്യത്തിലായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിലും അങ്ങനെ എന്തിനും, പക്ഷെ മനസ്സ് നിങ്ങളിൽ തന്നെയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർ ഒരുപാട് നിങ്ങളുമൊത്തുള്ള ഒരു സെലിബ്രേഷൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്ത് പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നമുക്ക് നോക്കാം. ഏസ് ഓഫ് ഷോർട്സ്, ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ മാനസികമായിട്ട് ഈ വ്യക്തി ഒരുപാട് തളർന്നിരിക്കുന്നു എന്നതാണ് മെയിനായിട്ട് കാണുന്നത്. കാരണം ആൾ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതായിട്ടാണ് കാണുന്നത്. ഒരു റീയൂണിയൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ പ്രസൻസ് ആൾക്ക് ഒരുപാട് ഈ ഒരു സമയത്ത് വേണം. പക്ഷേ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആൾക്കൊരു സ്റ്റക്കാണ്. എങ്ങനെ ചെല്ലും, എന്താണ് എന്നുവെച്ചാൽ ആൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്യണോ വേണ്ടയോ? കാരണം ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആളുടെ ജോലിയിലൊക്കെ എന്തൊക്കെയോ മാനസിക സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് നേരിടുന്ന സമയമാണിത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും നിങ്ങളെ അറിയിക്കേണ്ട എന്നുള്ള ചിന്തയിലാണ് ആൾ നിൽക്കുന്നത്. നിങ്ങളെ അറിയിക്കേണ്ട ഈ ഒരു സമയത്ത്. പക്ഷേ നിങ്ങളെ പ്രസൻസ് ആൾക്ക് വേണം എങ്കിലും ആളുടെ മനസ്സുകൊണ്ട് ആൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ ആശ്വാസമായിരുന്നേനെ. പക്ഷേ ഇതൊന്നും ആൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ആൾ സ്റ്റക്കാണ്. ആ ഒരു കാര്യത്തിലാണ് ആൾക്ക് സ്റ്റക്കാവുന്നത്. ആളുടെ പ്രശ്നങ്ങൾ പറയണം, എന്നാൽ കൂടുതലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് ഈ വ്യക്തിയെ അലട്ടുന്നത്. അപ്പോൾ ആളുടെ രണ്ട് ഇതുണ്ട്. ഒന്ന്, ആൾക്ക് പുതിയൊരു തുടക്കം നിങ്ങളുമൊത്ത് വേണം. ഒരു സമയത്ത് സ്ട്രെസ്സ് കാരണം ആൾ നിങ്ങളെ ഇട്ടേച്ച് പോയിട്ടുണ്ടാവാം, ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം, ഫാമിലി ഇഷ്യൂസ് ഇതിനകത്ത് വന്നിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ തീരും. അവരുടെ മനസ്സുകൊണ്ട് അവർ ചിന്തിക്കുന്നത് അവർ ചിന്തിക്കുകയാണിപ്പോൾ നിങ്ങളെ വിളിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഈ വ്യക്തി മനസ്സുകൊണ്ട് ഇപ്പോൾ ആൾ സ്റ്റക്കെങ്കിലും ഒരു ആശ്വാസത്തിന് നിങ്ങളിലേക്ക് വരാം. പക്ഷേ ആ വരുന്നത് സ്റ്റേബിളായിട്ട് നിലനിൽക്കില്ല. കാരണം ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് ആൾക്ക് പറ്റില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങളോട് സംസാരിച്ചിട്ട് വീണ്ടും ആൾ നോ കോണ്ടാക്റ്റിലാവാനുള്ള സാധ്യത ഇവിടെ മെയിനായിട്ട് കാണുന്നുണ്ട്. മൂന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിൽ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ആളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു പ്രസൻസിന് വേണ്ടി നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ ആൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എങ്ങനെയായാലും നിങ്ങളെ വന്ന് കണ്ടാലും കോൾ വിളിച്ചാലും
ഒക്കെ ആൾ വീണ്ടും സൈലൻ്റ് ആവും. പക്ഷേ ഇപ്പോൾ നിങ്ങളെ വേണം, ആ ഒരു നിമിഷത്തിനാണ് ആൾ ആഗ്രഹിക്കുന്നത്. എന്നും നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് ഇപ്പോൾ പറ്റില്ല, കാരണം ആ ഒരു മാനസികാവസ്ഥയല്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ ആ ഒരു ശബ്ദം കേൾക്കാനായിരിക്കാം കോൾ വിളിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷേ ആൾ സ്റ്റക്കാണ്, എങ്കിലും വരും കേട്ടോ. വീണ്ടും തിരിച്ചു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓൺ ആൻഡ് ഓഫ് ആണ് കണക്ഷൻ എന്നാണ് മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് ഞാൻ കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. പൂയം നക്ഷത്രം, ലെറ്റർ പി, ജി തൃക്കേട്ട, അശ്വതി, നവംബർ, ചിത്തിര, കോഴിക്കോട്, അത്തം, കാർത്തിക, ഒ, ലെറ്റർ ഒ, ഫെബ്രുവരി, കാസർഗോഡ്, എറണാകുളം, മലപ്പുറം, ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്, മാരേജ്, ജനുവരി, ലെറ്റർ ഇ, ലെറ്റർ ജെ, ലെറ്റർ എൻ, ഡിസംബർ, തിരുവാതിര, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവർ, ലെറ്റർ ഡബ്ല്യു, ലെറ്റർ എച്ച്, 33, ആർട്ടിസ്റ്റ് ആയിരിക്കാം, ലെറ്റർ എ, ബ്യൂട്ടീഷ്യൻ, ഭരണി, ഗ്രീൻ കളർ. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ റീഡിങ്ങിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു.